അതുപോലെ വിവിധ ജാതി മത്സരാണല്ലോ ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടി അങ്ങയുടെ അടുത്ത് വരുന്നത്. അവർക്കുള്ള പരിഹാരക്രിയകൾ അങ്ങ് എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്? അല്ല, ഈ ജാതി മതസ്ഥരെന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയേ ഉള്ളൂ. ഇത് വിവിധ കാര്യങ്ങളിൽ കൂടെ ചെയ്ത് നമ്മൾ ഒരിടത്തേക്ക് എത്തുക ചെയ്യുന്നത്. അന്നേരം അവരവരുടെ വിശ്വാസം അനുസരിച്ച് അത് ബേസ് ചെയ്തുകൊണ്ട് ഈ ജ്യോതിശാസ്ത്രത്തിൽ ഇന്ന ആളിനെ പരിഹാരം പറഞ്ഞു കൊടുക്കാവുന്നില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. അതൊരു ശാസ്ത്രമാണ്. അന്നേരം അതിനകത്ത് സാമുദായികമോ മറ്റേ മതമൊന്നും ഇതിനകത്ത് ബാധകമല്ല. മനുഷ്യൻ്റെ പ്രയാസങ്ങളാണ്. അതിനെ അവരുടെ ബേസായിട്ട് നിന്നുകൊണ്ട് അതിൽ പരമാവധി ചെയ്യാവുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പള്ളിയിലേക്കാണെങ്കിൽ അങ്ങനെയുള്ള വഴിപാടുകൾ അതെല്ലാം ഒരു മതം കൊണ്ട് മാറ്റാവുന്നതല്ല പരിഹാരങ്ങൾ. അത് എല്ലാവർക്കും ഈശ്വരനെ ഭജിക്കുന്നതിന് വേഷം മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇത് മാത്രമേ മാറ്റമുള്ളൂ. നമ്മൾ ചെയ്യുന്ന രീതികൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അത് എല്ലാവരിലും ഉള്ളതാണ് നമ്മുടെ. അന്നേരം അതിനെ ദ്യോതിപ്പിക്കുക. അതിന് പ്രാർത്ഥനകളിൽ കൂടി വേണ്ടത് ഞാൻ ബൈബിള് ആണെങ്കിലും ഖുറാനാണെങ്കിലും ഇതിനെക്കുറിച്ച് അതിനകത്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്യും. ഏത് ശാസ്ത്രത്തിലെ നല്ല കാര്യങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്യും. അത് ആയുർവേദത്തിലെ ആണെങ്കിൽ, മെഡിക്കൽ ലൈൻ പറയുമ്പോൾ ആയുർവേദത്തിലെ ആണെങ്കിൽ, അതുപോലെ തന്നെ ഈ ആരോഗ്യ മോഡേൺ സയൻസ് അപ്ലൈ ചെയ്യേണ്ടടുത്ത് മോഡേൺ സയൻസ് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ജാതി കൊണ്ടും മതം കൊണ്ടും അല്ല അത് വേർതിരിവ് ഉണ്ടാക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരു നന്മ കിട്ടുന്ന രീതിയിലേക്ക് പ്രാർത്ഥിക്കാൻ അവരവരുടെ വഴി തിരഞ്ഞെടുക്കും. അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും.